ദൈവം പറയുകയാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ എന്റെ മകനെ കുരിശെ തൂക്കിയിട്ടും. നിനക്കത് മനസ്സിലായില്ലേ? ഞാൻ നല്ലവനാണ്. എന്റെ മകനെ നിനക്ക് വേണ്ടി, നിനക്ക് പകരമായി കുരിശിൽ തൂക്കിയിട്ടിട്ട് നീ മനസ്സിലാക്കുന്നില്ലേ ഞാൻ നല്ലവനാണ്? നിന്നോട് എനിക്ക് സ്നേഹമാണ്. നിനക്ക് പകരം നീ തൂങ്ങിക്കിടക്കേണ്ട സ്ഥലത്ത് എന്റെ മകനെ ഞാൻ തൂക്കിക്കിടത്തി. എന്നിട്ട് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നല്ലവനാണ്? അപ്പൊ ഇത് ഈശോയിലൂടെ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തു? കാലാന്തരത്തില് സഭയുടെ ചരിത്രത്തില് ഇത് ഇങ്ങനെ സാത്താൻ ഇതിനെ നമസ്കരിച്ചു, ഡാർക്കൻ ചെയ്തു, ഇരുളടച്ച് ആ കണ്ണുകളെ അന്ധമാക്കി. അപ്പോ ശ്രദ്ധിക്കുക, കർത്താവ് തീരുമാനം ആവനാഴിയിൽ കാത്തുവെച്ച അവസാനത്തെ അസ്ത്രങ്ങൾ വെളിപ്പെടുത്തി. അങ്ങനെ കർത്താവ് പുറത്തെടുത്ത 5 അസ്ത്രങ്ങൾ അവരുടെ പേര്. ഒന്നാമത്തെ ആള് 17-ാം നൂറ്റാണ്ടിൽ മാർഗരറ്റ് മേരി അലക്കോക്ക്, തിരുഹൃദയ ഭക്തി. 18-ാം നൂറ്റാണ്ടിൽ അൽഫോൻസസ് ലിഗോരി, സെമിനാരികളിലും പാഠശാലകളിലും തിയോളജിക്കൽ സെന്ററുകളിലും എല്ലാം പോയി ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ നന്മയെക്കുറിച്ചും അദ്ദേഹം പ്രസംഗിച്ചു, ബോധ്യപ്പെടുത്തി. 3-ാമതായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഈശോയെ കുഞ്ഞു കാര്യങ്ങൾ ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോയുടെ സ്നേഹഹൃദയത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ കൊച്ചു ത്രേസ്യ. 4-ാമതായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന. ഈ 4 പേരും മാർഗരറ്റ് മേരി അലക്കോക്ക്, അൽഫോൻസസ് ലിഗോരി, കൊച്ചു ത്രേസ്യ, ഫൗസ്റ്റീനാമ, ഈ 4 പേര് 17, 18, 19, 20. 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്. ഈ 4 പേരും പറഞ്ഞ കാര്യങ്ങളെ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് മുമ്പിലേക്ക് ഒരിക്കൽ കൂടി എടുത്ത് പ്രഘോഷിക്കാൻ ദൈവം പാറമടയിൽ പണിയെടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ പത്രോസിന്റെ പരമപദത്തിൽ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ലോകത്തോട് മുഴുവൻ ഈ കരുണയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ.